പ്രിയപ്പെട്ടവരെ, ദില്ലി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു സമരം നടക്കുന്നുണ്ട്. വിദ്യാർത്ഥി സമരം. ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. വലിയ സമരമുഖത്താണ് SFI വിദ്യാർത്ഥികൾ ദില്ലി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന വിവിധ ആവശ്യങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ SFI മുന്നോട്ട് വയ്ക്കുന്നത്? വിനിഷ, ഏകദേശം ഒരു മാസമാകുന്നു. അതായത് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ SFI പ്രവർത്തകർ ഉൾപ്പെടെ 3 പേർ സസ്പെൻഷന് വിധേയമായിട്ടുള്ളത്. അധികൃതരുടെ രാഷ്ട്രീയ പ്രേരിത നടപടിയാണ് ഇതിന് പിന്നിലെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. പ്രത്യേകിച്ചും അംബേദ്കർ യൂണിവേഴ്സിറ്റി ഒരു 6 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചു കയറിക്കൊണ്ട് യൂണിയൻ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് സ്വാഭാവികമായും ഈ യൂണിവേഴ്സിറ്റി അധികൃതരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ കോളേജിൽ നടന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി റാഗിങ്ങിനിരയായി. ആ റാഗിങ് നടത്തിയത് ABVP-യുടെ പ്രവർത്തകരാണ്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും എന്നാൽ ഈ ABVP-ക്കെതിരെ നടപടിയെടുക്കാതെ മറിച്ച് SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയിലേക്ക് യൂണിവേഴ്സിറ്റി അധികൃതർ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല, ഇവർ ഒരു വർഷം കൂടി, അതായത് 2 സെമസ്റ്ററിലേക്ക് ദീർഘകാലത്തേക്കാണ് സസ്പെൻഷൻ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ആരോപിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ അക്കാഡമിക് വർഷം അവസാനിക്കാനിരിക്കെ ഒരു നടപടിയിലേക്ക്, സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത്. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്ക്, അതായത് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 3 വിദ്യാർത്ഥികളും SFI-യുടെ പ്രധാന പ്രവർത്തകരാണ് ക്യാമ്പസിലെ. ഈ 3 പേരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കണം. മാത്രമല്ല, ഇതിനുശേഷം മറ്റ് ജനാധിപത്യ ശബ്ദങ്ങളെല്ലാം അടിച്ചമർന്ന തരത്തിലേക്ക് ക്യാമ്പസിനുള്ളിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധവും പാടില്ല എന്നൊരു നിലപാടിലേക്ക് ബാരിക്കേഡുകളൊക്കെ നിരത്തിക്കൊണ്ട് ആ പ്രതിഷേധത്തിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നൊരു സമീപനം ഈ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ബാരിക്കേഡുകളാണ് ക്യാമ്പസിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ബാരിക്കേഡുകളെല്ലാം നീക്കം ചെയ്യണം. അതോടൊപ്പം തന്നെയും വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കണം. മറ്റു കാര്യങ്ങൾ പറയുന്നത്, ഈ ക്യാമ്പസിനുള്ളിലേക്ക് ഇപ്പോൾ ഒരു ഗേറ്റ് മാത്രമാണ് തുറന്നു നൽകപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ ഗേറ്റുകളും, പുറകുവശത്തെയും എല്ലാ ഗേറ്റുകളും അടച്ചുപൂട്ടിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതർ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികളെ പൂർണ്ണമായും അവരുടെ അക്കാദമിക്സിന് തടസ്സപ്പെടുന്ന എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ക്യാമ്പസിനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, പ്രോക്ടറെ അടക്കം നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം കൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഇവർ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ദില്ലി ഹൈക്കോടതി ആവശ്യത്തിൽ വാദം കേൾക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ SFI പ്രവർത്തകർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ക്യാമ്പസിനുള്ളിൽ തന്നെ രാത്രിയുമടക്കം നിന്നുകൊണ്ട് ഇനി അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. SFI-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ തന്നെയും ക്യാമ്പസിൽ സ്റ്റേ ചെയ്തുകൊണ്ട് സമരത്തിന്റെ ഭാഗമാവുകയാണ്. ഈ പറഞ്ഞ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇവരുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇവരുടെ ആവശ്യങ്ങളോട് ഏത് തരത്തിലുള്ള സമീപനമാണ് യൂണിവേഴ്സിറ്റി അധികൃതർ സ്വീകരിക്കുന്നത്, അതനുസരിച്ച് അവർ നിരാഹാര സമരത്തിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇന്ന് ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വാദം കേൾക്കേണ്ടി വരും. ആ വാദത്തിന് ശേഷം എന്തായിരിക്കും തീരുമാനം എന്നുള്ളതിന് വേണ്ടി വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുകയാണ്. അതിനുശേഷമായിരിക്കും നിരാഹാര സമരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ SFI പ്രവർത്തകർ പോവുക. എന്തായാലും ഈ അധികൃതർക്കെതിരെ, യൂണിവേഴ്സിറ്റി അധികൃതർക്കെതിരെ ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് SFI ഇപ്പോൾ നീങ്ങുന്നത്. വിനിഷ, ശരി, വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങൾക്കാണ് ദില്ലി അംബേദ്കർ സർവകലാശാല വേദിയാകുന്നത്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ തിരിച്ചെടുക്കണമെന്ന് SFI ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ്. നിരാഹാര സമരമടക്കമുള്ള സമരമുറകളിലേക്ക് SFI കടക്കാനായിട്ട് സ്വാതി സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.